അങ്ങനെ ആ പെൺകുട്ടിയും അഞ്ജുവും തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുന്നുണ്ട്. അന്നേ ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകും. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതി സമാധാനിച്ചിരിക്കും. പിറ്റേ ദിവസം ഈ പെൺകുട്ടി അവൾ സെലക്ട് ആയിരുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പയ്യെ അവിടുത്തെ കൊളീഗ്സുമായിട്ട് അവൾ കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗായിട്ടുള്ള അമൽ ചോദിക്കും, എടി നീയും തുടങ്ങിയോ മനുഷ്യരെ പേടിപ്പിക്കുന്ന ഹെയർ ക്രാബ് യൂസ് ചെയ്യാൻ? ഇതും പറഞ്ഞ് അമല് വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ഈ പെൺകുട്ടി മുടിയിൽ മെല്ലെ തപ്പി നോക്കുന്നുണ്ട്. എന്നാൽ ഒരു ഹെയർ ക്രാബും കണ്ടുപിടിക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ഇവനിത് ഏത് ഹെയർ ക്രാബിന്റെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ച് നോക്കുന്നുണ്ട്. ശേഷം അവൾ വീട്ടിലോട്ട് മടങ്ങുന്നുണ്ട്. ഫ്രഷായി അവൾ കണ്ണാടീന്റെ മുൻപിൽ നോക്കുമ്പോൾ അവളുടെ മുഖത്തിന് പകരം മറ്റൊരു പെൺകുട്ടിയുടെ രൂപം അവൾ ആ കണ്ണാടിയിൽ കാണും. പെട്ടെന്ന് പേടിച്ച് അവൾ ബാക്കിലോട്ട് തിരിയുമ്പോൾ ആ ഒരു രൂപം അവളുടെ ആ പെൺകുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം നീയും എന്നെ വലിച്ചെറിഞ്ഞല്ലേ എന്നൊറ്റൊരു ചോദ്യം മാത്രം ചോദിച്ച് ആ ഒരു രൂപം അപ്രത്യക്ഷമാവുന്നുണ്ട്. പെട്ടെന്നാണ് അഞ്ജുവിന്റെ ഫോൺ കോള് അവൾക്ക് വരുന്നത്. അഞ്ജു പറയും, ഇനി നമ്മളന്ന് പോയില്ലിരുന്നോ ഒരു കാട് ആ ഹെയർ ക്രാബ് കൊണ്ട് കളയാൻ വേണ്ടി? അവിടെ വെച്ച് നിന്റെ ഫോണിൽ നിന്ന് നിന്റെ ശബ്ദത്തില് ഒരു ശബ്ദം നമ്മളെ വിളിച്ചിട്ടില്ലായിരുന്നോ? അതുപോലെ ഇന്നും സംഭവിച്ചു. പെൺകുട്ടി ഞെട്ടുന്നുണ്ട്.